എന്നും കിസ്മിസ് ഉണ്ടല്ലോ, നമ്മുടെ ചുവന്ന ഉണക്കമുന്തിരി ചുവന്നത് 21 കഴിക്കുക എന്ന് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്ന, നല്ല എനർജറ്റിക്കായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ ഒരു സബാഹുൽ ഖൈർ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അല്ലേ. ഇതൊന്ന് പ്രാക്ടിക്കലൈസ് ചെയ്ത് നോക്കണമല്ലോ. രാവിലെ കഴിച്ചു 21 ഉണക്കമുന്തിരി കഴിച്ചു, അടിപൊളിയാകുന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഉണക്കമുന്തിരി കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താ? മുത്തുനബി പറയാം, നമ്മുടെ നാഡി ഞരമ്പുകൾക്ക് നല്ല ശക്തി ലഭിക്കും, ദേഷ്യം കുറയുന്നതാണ്. അതായത് ഉസ്താദ് എൻ്റെ കെട്ടിയോ ഭയങ്കര ചൂടനാണ്, ഉണക്കമുന്തിരി എടുത്തോ, ഡെയിലി 21 വെച്ച് മൂപ്പരെ കൊണ്ട് കഴിപ്പിക്കുക, ചൂടൊക്കെ തണുക്കുന്നത് കാണാം. അതുപോലെ വായുനാറ്റം, ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രയാസമാണ് വായുനാറ്റം എന്ന് പറയുന്നത്. എത്രയൊക്കെ ബ്രഷ് ചെയ്താലും ആ വായുനാറ്റം അവർക്ക് പോകില്ല. അങ്ങനെയുള്ള ആളുകൾ ഇത് കഴിച്ചോളൂ, നിങ്ങൾക്കത് കുറയും എന്നുള്ളതാണ്. കഫക്കെട്ടിന് നല്ല പരിഹാരമാണ്. കഫക്കെട്ടുള്ളവർ ഉണക്കമുന്തിരി കഴിച്ചോളൂ. അലർജറ്റിക് ആയ ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് മെഡിസിനാണ് ഇങ്ങനെ അലർജിക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് പ്രാക്ടിക്കലൈസ് ചെയ്ത് നോക്ക്, നിങ്ങൾ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കി നോക്ക്. അലി റളിയല്ലാഹു അൻഹു പറയുന്നല്ലേ, മുത്തനബി തങ്ങൾ പറയുന്നല്ലേ, ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, ഉറപ്പിച്ചിട്ട് അതിന് സുന്നത്തിൻ്റെ കൂലിയും കൂടെ നമുക്ക് കിട്ടുകയല്ലേ. എത്ര മനോഹരമാണ്. അതുപോലെ തന്നെ നിറം വെക്കാൻ, ശരീരത്തിന് നിറമുണ്ടാകാൻ, അതായത് എങ്ങനെയൊക്കെ ഇരുന്നാലും ഒരു മുഖത്തൊരു തെളിച്ചം ഫീൽ ചെയ്യാൻ ഉണക്കമുന്തിരി നല്ലതാണെന്നാണ്. ഇനി ആധുനിക ശാസ്ത്രം പറയുന്നത് എന്താണ്? Raisins could help lower your risk of heart disease by reducing blood pressure and blood sugar. ഈ സാധനം കഴിക്കുന്നതുകൊണ്ടേ ബ്ലഡ് പ്രഷർ കുറയ്ക്കും, നോർമലാക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ ഷുഗർ നോർമലാകും. ഇതിലൂടെ ഹൃദ്രോഗങ്ങൾ വരാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ പോലും സുബ്ഹാനല്ലാഹ് ചുവന്ന ഉണക്കമുന്തിരി കഴിച്ചാൽ കാരണമാകുമെന്നാണ് പറഞ്ഞു തരുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.